Okay, good morning to all. See, last class നമ്മൾ ഇത് ചാപ്റ്റർ ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടായത് ക്ലാസ്സാണ് ഈ ടോപ്പിക്കാണെന്ന്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക് തെർമോഡൈനാമിക്സ്. 11th ക്ലാസ്സിലൊരു ടോപ്പിക്കായിരുന്നു തെർമോഡൈനാമിക്സ്. നിങ്ങൾ ഫിസിക്സിനകത്ത് സെയിം ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്, ബട്ട് എൻ്റർലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. കണ്ടൻറ്റ് നമ്മൾ പഠിച്ചത് രണ്ടിലും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ടോപ്പിക്ക് തറവാക്കി കുറേ ക്വസ്റ്റ്യൻസിൽ പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രാക്ടീസ് ചെയ്തോ എല്ലാവരും നന്നായിട്ട്? ഓക്കെ, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് കണ്ടൻറ്റ് തറവാക്കിയിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ പോരാ. ഒരു പ്രാവശ്യം ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ സമയം എടുക്കും. പിന്നെ സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ടൈമും കൂടെ നോക്കണം. ടൈം റെഡ്യൂസ് ചെയ്ത് വരണം. വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ടൈം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തെടുക്കാം. കുറഞ്ഞ സമയത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. അതാണ് നമ്മൾ എൻട്രൻസിൻ്റെ മെയിൻ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടൻറ്റ് ലേൺ ചെയ്തിട്ട് മിനിമം ടൈം ഇൻ്റർവെല്ലിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് ഓൺലി ത്രൂ പ്രാക്ടീസ്. ഓക്കെ, ഇന്ന് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. 12th സ്റ്റാൻഡേർഡില്ല കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അതിൽ പഠിച്ച കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് റിക്കളക്ട് ചെയ്യുന്നു. ദെൻ വി ആർ പ്രാക്ടീസിങ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദ ടോപ്പിക് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്. ഇൻ ദ ടോപ്പിക് ഫസ്റ്റ് ഓഫ് ഓൾ യു സ്റ്റഡീഡ് rate of chemical reaction. What is meant by rate of a chemical reaction? Okay, in the rate, how to write the rate expression? Rate is equal to, how we are calculating rate of chemical reaction? Rate means change in concentration by change in time. Change in concentration means there we can take either a reactant or product. Change in concentration of any one of the reactant or product with respect to time interval, that is known as rate of chemical reaction. First we studied rate of a reaction. In general reaction എഴുതുന്നു A of A plus B of B giving C of C plus D of D. Capital letters A and B reactant, C and D product. Small letters all are സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ്. ഓക്കെ, അപ്പം ഞാൻ രണ്ട് റിയാക്ടൻറ്റും രണ്ട് പ്രോഡക്റ്റും എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. രണ്ട് റിയാക്ടൻറ്റും ഒരു പ്രോഡക്റ്റും രണ്ട് പ്രോഡക്റ്റും ഒരു റിയാക്ടൻറ്റും. എനിവേ ഞാൻ ജനറലായിട്ടൊരു ഇക്വേഷൻ എഴുതിയത്. ഹൗ ടു റൈറ്റ് ദ റേറ്റ് എക്സ്പ്രഷൻ? റേറ്റ് എക്സ്പ്രഷൻ, how to write the rate expression? Rate expression means change in concentration of reactant by change in time, or change in concentration of B by change in time, or change in concentration of C by change in time, or change in concentration of D, delta D by delta T. These all are same value when you are calculating, or but rate we are expressing for 1 mole only. Per mole only we are calculating rate. Here the number of moles are small letters. So for getting 1 mole, 1 by A, 1 by B, 1 by C, 1 by D, small letter D. And another important thing is, when you are writing rate expression with a reactant, in the expression you are putting one negative sign. The negative sign indicates that a decrease in concentration of reactant with respect to time interval. Product with respect to time interval, the concentration is increasing, so we are not giving minus sign there. Rate is not a negative value. In the rate expression only we are putting minus. When you are calculating this one, automatically positive value you are getting. Why? Because with respect to time interval, the reactant concentration will be decreasing, okay, and product concentration will be increasing. To decrease the concentration, that is the way we are putting negative sign. This is the way we can write a rate expression for any equation.
ഇത് ജനറൽ ഫോർമാറ്റാണ് ഞാൻ എഴുതിയത്. ഇത് നിങ്ങൾക്ക് ഏത് കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ഇക്വേഷൻ എടുത്താൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ N2 + 3H2 ഗീവ്സ് 2NH3. ഇതേ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പം ഇത് വെച്ച് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കിട്ടും. എങ്ങനെ ക്വസ്റ്റ്യൻസ് തരുന്നതെന്ന് ചോദിച്ചാൽ അവരൊന്നുകിൽ നൈട്രജൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് തന്നിരിക്കും, നമുക്ക് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് റേറ്റും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. മൈനസ് ഡെൽറ്റ ഓഫ് N2/ΔT ഈസ് ഈക്വൽ ടു 1/2 ഡെൽറ്റ ഓഫ് NH3 ഏതാണോ തന്നിരിക്കുന്നത് ആ റേറ്റും ഏതാണോ കണ്ടുപിടിക്കേണ്ട അതിൻ്റെ റേറ്റും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ഒന്നിൻ്റെ കണ്ടുപിടിക്കാം. ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ റിയാക്ഷൻ. But when you are putting value here, we are not using minus sign. Value is plus sign only. Value തന്നിരുന്നാൽ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് സൈൻ നമ്മൾ കൊടുക്കില്ല, കാരണം നെഗറ്റീവ് എക്സ്പ്രഷനിൽ മാത്രമേ ഇടൂ. വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരില്ല. റേറ്റ് വാല്യൂ. So clear no? This is the way we can find out the rate expression of all chemical reaction. That is the first option, rate. We can express rate in two ways. Which are the two different ways of rate we are expressing? One is average rate and other is instantaneous rate. Average rate, instantaneous rate. Average rate means there we are taking a particular time interval. ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റാണ് ആവറേജ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് മീൻസ് റേറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, പർട്ടിക്കുലർ മൊമെൻറ്റ്. ഇപ്പം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് 9 o'clock ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് ഷാർപ്പ് 9:05 ആകുമ്പം റേറ്റ് എക്സ്പ്രസ് ചെയ്യണം. ദാറ്റ് റേറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഓക്കെ. എന്നാൽ നമ്മൾ ആവറേജ് റേറ്റ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ 9 മുതൽ 9:05 വരെയുള്ള ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റാണ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ ഡെൽറ്റ സിമ്പിൾ കൊടുക്കും. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതുമ്പോൾ ഡെൽറ്റയ്ക്ക് പകരം D സ്മോൾ ചേഞ്ച് എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. നമ്മൾ എക്സ്പ്രഷനിലെ ഡിഫറൻസ് ഇവിടെ നമ്മൾ ഡെൽറ്റ സിമ്പിൾ കൊടുത്താണ് റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്നത്. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ സിമ്പിൾ വി ആർ യൂസിങ് D സ്മോൾ ചേഞ്ച് ഓൺലി. Instantaneous rate at a particular instant. Instantaneous rate, the time interval is approaching 0. We cannot take a time interval is 0. കാരണം ഷാർപ്പ് 9:05 അല്ലെങ്കിൽ 9:30 നമുക്ക് റേറ്റ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ വേണം, പിന്നെ ഫൈനൽ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്തെടുക്കണം, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസിനെ ടൈം ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആ റേറ്റ് നമുക്ക് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ ഫിക്സഡ് ടൈം ഇൻ്റർവെൽ. ആ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ മിനിമം ടൈം ഇൻ്റർവെല്ലിലാണ് നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ റേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് റേറ്റ്. ക്ലിയർ നോ? റേറ്റ് ടു ടൈപ്സ്, ആവറേജും ഇൻസ്റ്റൻറ്റേനിയസ്. ദെൻ യൂണിറ്റ് ഓഫ് റേറ്റ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ്? റേറ്റിൻ്റെ യൂണിറ്റ്. റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. Concentration is moles per liter. Time in the unit second. So the unit of rate is mole liter inverse second inverse. Mole liter inverse second inverse is the unit of rate. Okay. Mole liter inverse second inverse unit of rate. Then let us consider a general reaction. A of A plus B of B giving C of C plus D of D. According to rate law, what is rate law? Rate law state that a rate of chemical reaction is directly proportional to concentration of the reactant. ഒന്നിൽ കൂടുതൽ റിയാക്ടൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം. ദെൻ നമ്പർ ഓഫ് മോൾസ് വന്നു കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എന്തായിട്ട് കൊടുക്കും? പവർ ഓഫ് കോൺസെൻട്രേഷൻ. ദിസ് എക്സ്പ്രഷൻ ഈസ് കോൾഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ. Or a rate is equal to a constant K into concentration of A the whole raised to A and concentration of B the whole raised to B, where K is a constant called a rate constant of a reaction. K is a constant called rate constant. So how we can define rate constant? Rate constant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് തന്നെയാണ്. റേറ്റിനെ തന്നെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. എപ്പോഴാണ്? റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എല്ലാം യൂണിറ്റി ആവുമ്പോൾ. ഈ എയും ബിയും 1 ആണെങ്കിൽ കെ റേറ്റിനെ തന്നെ നമുക്ക് കെ എന്ന് വിളിക്കാം. അങ്ങനെയാണ് നമ്മൾ കെ ഡിഫൈൻ ചെയ്യുന്നത്.
Rate constant means it is the rate of chemical reaction when the concentration of reactants are unity. Clear? Rate constant. ഇനി നമ്മൾ ഈ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ തിയറിറ്റിക്കലായിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് തിയറിറ്റിക്കലായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ അല്ല. റേറ്റ് നമുക്ക് എക്സ്പെരിമെന്റ് വഴി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. എക്സ്പെരിമെന്റായിട്ട് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുമ്പം ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെ പവർ കോൺസെൻട്രേഷൻ ആയിട്ട് വരണമെന്നില്ല. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ദ ഹോൾ റേസ് ടു എം, കോൺസെൻട്രേഷൻ ഓഫ് ബി ദ ഹോൾ റേസ് ടു എൻ. ഞാൻ നമ്പർ ഓഫ് മോൾസ് മാറ്റി കൊടുത്തു. കാരണം റേറ്റ് എന്ന് പറയുന്നത് എന്ത് ഡിറ്റർമിനേഷനാ? എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ. എക്സ്പെരിമെന്റ് വഴി നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ സെയിം നമ്പർ ഓഫ് മോൾസ് തന്നെ എപ്പോഴും പവറായിട്ട് വരണമെന്നില്ല, അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എമ്മു എന്നു എന്ന് ഓർത്തത്. എന്നാൽ ഇൻ സം റിയാക്ഷൻ, സം കേസസ് എം ഈസ് ഈക്വൽ ടു എ ആൻഡ് എൻ ഈസ് ഈക്വൽ ടു ബി. സർട്ടൺ കേസസ് ഓർ സം കേസസ് ഈ എം എന്ന് പറയുന്നത് ഈ എക്ക് ഈക്വൽ ആയിട്ട് വരാം, എൻ എന്ന് പറയുന്നത് ബിക്ക്. പക്ഷെ എല്ലാ കേസിലും വരണമെന്നില്ല. ബിക്കോസ് റേറ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ. അപ്പോൾ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ എപ്പോൾ എഴുതുമ്പോഴും അവിടെ കോൺസെൻട്രേഷൻ ടേം കാണും. ആ കോൺസെൻട്രേഷൻ ടേമിന് എന്തും കാണും? പവറും കാണും. ഈ പവറിന്റെ സം നമ്മൾ എടുക്കുകയാണെങ്കിൽ എം പ്ലസ് എൻ, ദിസ് വാല്യൂ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വൺ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. പഠിച്ചു ഓർഡർ. ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേം ഇൻ ദ റേറ്റ് എക്സ്പ്രഷൻ. ഇപ്പൊ റേറ്റ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓർഡർ എഴുതാൻ പറ്റൂ. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഓർഡർ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ നോ പോസിബിലിറ്റി. ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എക്സ്പെരിമെന്റലായിട്ട് ഈ റേറ്റ് എക്സ്പ്രഷൻ എഴുതണം. റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് വെറുതെ തിയറിറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻ വെച്ച് എഴുതാൻ പറ്റില്ല. കാരണം ഈ നമ്പർ ഓഫ് മോൾസ് എപ്പോഴും അത് തന്നെ വരണമെന്നില്ല. എമ്മും എന്നും ചിലപ്പോൾ എമ്മും എന്നും 0 ആയിട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ വിളിക്കും 0 ഓർഡർ റിയാക്ഷൻ. എമ്മിൻ്റെ എന്നിൻ്റെയും കൂടെ സം വരുമ്പോൾ ഹാഫ് വരാം, ഫ്രാക്ഷൻ ഏത് വാല്യൂം വരാം, 1 വരാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, ഹാഫ് ഓർഡർ റിയാക്ഷൻ, അങ്ങനെ ഏത് വാല്യൂം വരാം. നെഗറ്റീവ് ഒഴിച്ച് ഏത് വാല്യൂവും ഓർഡറിന് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് ഈ ചാപ്റ്ററിൽ. ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേം ഇൻ ദ റേറ്റ് എക്സ്പ്രഷൻ. ഇപ്പോൾ ഓർഡർ നമുക്ക് വേണമെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ വേണം. അല്ല ഒരു റിയാക്ഷൻ തന്നിട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ പറ്റൂല. പക്ഷേ ഓർഡർ വെച്ചുകൊണ്ട് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് കുറേ ബൈ ഹാർട്ട് പഠിക്കാം. ഇതെല്ലാം 0 ഓർഡർ റിയാക്ഷൻ. അമോണിയയുടെ ഡീകമ്പോസിഷൻ 0 ഓർഡർ. അതേപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എല്ലാ ന്യൂക്ലിയർ റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. അങ്ങനെ നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാം. അല്ലാതെ ഒരു റിയാക്ഷൻ തന്നാൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ ഓർഡർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം നമ്മൾ എക്സ്പെരിമെന്റലി റേറ്റ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ആ റേറ്റ് എക്സ്പ്രഷൻ്റെ പവറിൻ്റെ സമ്മാണ് ഓർഡർ. ഓക്കെ, ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. ഇതേപോലെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഓർഡർ പോലെ. ഓർഡർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ ദ ചാപ്റ്റർ. നമ്മൾ ഓർഡറിനെ ബേസ് ചെയ്താണ് ബാക്കി കോൺസെപ്റ്റ് മൊത്തം ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കുന്നത്. ഓർഡർ പോലെ വരുന്ന സെയിം ഒരു ടേം ആണ് മോളിക്കുലാരിറ്റി. Molecularity means it is the number of molecules collide for a simultaneously for a chemical change. How many molecules are colliding for a chemical change? Number of molecules collide is called molecularity. Order എന്ന് പറയുന്നത് sum of the powers of the concentration term in the rate expression ആണ്. That means order is an experimental determination, but molecularity is a theoretical concept. Theoretically നമുക്ക് ബാലൻസ് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് അവിടെ വന്നു റിയാക്ടൻറ്റ് സൈഡിൽ, ആ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി ഒരിക്കലും 0 ആവില്ല. 0 ആയിക്കഴിഞ്ഞാൽ നോ റിയാക്ഷൻ. മോളിക്കുലാരിറ്റി ഒരിക്കലും ഫ്രാക്ഷൻ വരില്ല. മോളിക്കുലാരിറ്റി ഈസ് ആൾവേസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. 1 ആണെങ്കിൽ ഓർഡറും മോളിക്കുലാരിറ്റിയും വെച്ച് നമ്മൾ റിയാക്ഷൻസിലെ ക്ലാസിഫൈ ചെയ്യാം. മോളിക്കുലാരിറ്റി 1 ആണെങ്കിൽ സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് യൂണി മോളിക്കുലാർ റിയാക്ഷൻ. 2 ആണെങ്കിൽ ബൈ മോളിക്കുലാർ റിയാക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് SN1 SN2 റിയാക്ഷൻ ഒക്കെ ഓർഗാനിക് കെമിസ്ട്രിയിൽ. അതെല്ലാം മോളിക്കുലാരിറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. Whether it is SN1 or SN2, unimolecular and bimolecular. These are order and molecularity. Which one is experimental determination? Order. Which one is a theoretical concept? Molecularity. Which one will not be 0? Molecularity will not be 0. Order may be 0 or fraction. Any value possible for order. Molecularity only positive integer. അതേപോലെ മോളിക്കുലാരിറ്റി എടുക്കുമ്പോൾ ഒരുപാട് ഹയർ വാല്യൂ ഒന്നും വരില്ല. കാരണം അറ്റ് എ ടൈം 2 മോളിക്യൂൾ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 3 മോളിക്യൂളെ കൊളൈഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇപ്പോൾ 3 റിയാക്ടൻ്റ് ഉണ്ട്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ എഴുതുമ്പോൾ 3 റിയാക്ടൻ്റ് വരുന്നു. ഈ 3 റിയാക്ടൻ്റ് കൂടെ ഒരുമിച്ച് കൊളൈഡ് ചെയ്യത്തില്ല. അതിൻ്റെ മെക്കാനിസം നമ്മൾ എടുക്കുമ്പോൾ അറ്റ് എ ടൈം 1 മോളിക്യൂൾ മാത്രമായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 മോളിക്യൂൾ.
അപ്പോൾ മോളിക്കുലാരിറ്റി 5 or 6 അങ്ങനെയുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. ലോവർ നമ്പേഴ്സിലാണ് വരാറുള്ളത്, 1, 2, 3 മെയിൻലി. ഇനി on the basis of order we classify the reaction: 0 order, first order, second order, third order, like that. So first we have to study regarding 0 order reaction. 0 order reactionൽ നിങ്ങളൊരു റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്തു. ഇന്റഗ്രേറ്റഡ് എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 0 order reaction, integrate rate constant expression, rate constant expression for 0 order reaction. K is equal to R naught minus R by T. R naught or A0 minus A. Any convenient letter you can give it. R0 is the initial concentration of the reactant. R be the concentration after the time interval T. This difference by T, K is the integrated rate constant expression for which order reaction? 0 order reaction. R0 എന്ന് പറഞ്ഞാൽ എന്താണ്? It is the initial concentration of the reactant. R എന്ന് പറഞ്ഞാൽ എന്താണ്? It is the final, so not final concentration, it is the remaining concentration of the reactant after the time interval T. അപ്പോൾ R എടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ പെർസെൻറ്റേജ് കമ്പോസിഷൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ തരും. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ 40% കംപ്ലീറ്റ് ചെയ്തു. 0 order reaction is 40% completed in 30 seconds. 40% is completed. So what is the value of R0? 100. What is the value of R? 60. Remaining is R. 40% completed on. So R is 60. Then 30 seconds. So you can calculate the rate constant value. So here K into T is equal to R0 minus R. Or we can write R is equal to minus K into T plus R0. Actually ഈ മൂന്ന് ഇക്വേഷൻ ഒരേ ഇക്വേഷൻ തന്നെയാണ്, ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ. Now why I rearrange like this? Now the equation is in the format of y is equal to mx plus c. ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് എന്താ? 6. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ഈസ് മൈനസ് കെ. എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ടൈം ഇന്റർവൽ സി. y ഇന്റർസെപ്റ്റ് ഈസ് R0. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാമല്ലോ. ഗ്രാഫ് തന്നിട്ടാൽ ഐഡന്റിഫൈ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഗ്രാഫ് റെപ്രസെന്റ് 0 order reaction or first order reaction? ഇവിടെ y ആക്സിസിൽ വാട്ട് വി ഹാവ് ടു ടേക്ക്? കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. എക്സ് ആക്സിസിൽ വാട്ട് വി ഹാവ് ടു ടേക്ക്? ടൈം. So the slope is, what type of slope you are getting? Negative slope. This positive slope, negative slope. What is the slope of the line? Slope is equal to minus k. They will be asking what is the slope of a 0 order reaction. From the option you can choose it minus k. Then you have to extend this straight line and coinciding the y-axis. So this value becomes equal to C, that is R0, initial concentration of the reactant. This graph represents 0 order reaction, R against T. Slope is minus k and y-intercept is R0. This for which order reaction? 0 order reaction, all must by heart R0 minus R by T. Then next you studied half-life period for 0 order reaction. Half-life period. Half-life period is represented by half-life period, that is T half. It is the time required to complete half of the initial concentration of the reactant. നമ്മൾ ഇനിഷ്യലി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര എടുക്കുന്നോ അതിന്റെ നേരെ പകുതിയാകാൻ വേണ്ടുന്ന ടൈം ഇന്റർവൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡ് നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ R concentration of reactant after a time interval that becomes equal to R0 by 2. So in the equation K is equal to R0 minus R. R nu varum again you have to substitute R0 by 2 by T half. So T half is equal to R0 by 2K. That is the equation for half-life period of a 0 order reaction. All of you have to by heart that expression. T half is equal to R0 by 2K. And another important idea we are getting from this expression is, from the expression it is clear that half-life period of a 0 order reaction is directly proportional to initial concentration of the reactant. T half is directly proportional to R0. That is the concept we are getting.
In the case of zero order reaction only, half-life period is directly proportional to initial concentration of the reactant. All the points you have to note down, you are getting the idea. Conclusion point, these all are very important. Based on that one, you will be getting the questions. So clear, half-life period T half is equal to R0 by 2K, or T half is directly proportional to R0. So based on half-life period also we can represent the graph. R0 and time interval when you are taking, then T half and R0 are directly proportional. R0 increases, T half also increases. Can you draw the graph now? Okay. For half-life period, rate expression which in graph formula thorough ആയിരിക്കണം. Zero order reaction. Same way we are going to next one, first order reaction. First order. What is the rate constant expression for first order reaction you studied? K is equal to 1 by T ln R0 by R. This is in terms of natural logarithm. But when we are using calculation part, we are not using natural logarithm, we are using 10 to the base. How we can convert ln to 10 to the base? 2.303 by T log R0 by R. ഇതാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, RB ദ കോൺസെൻട്രേഷൻ ആഫ്റ്റർ ദ ടൈം ഇന്റർവൽ T. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻ വെച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ ln വെച്ചും ഗ്രാഫ് വരയ്ക്കാം, ലോഗ് വെച്ചും ഗ്രാഫ് വരയ്ക്കാം. ln വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും, ലോഗ് വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും, രണ്ടും കറക്റ്റായിട്ട് അറിയണം, കൺഫ്യൂഷൻ ഇല്ലാതെ. ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ K into T is equal to ln R0 minus ln R. So ഞാൻ ln R നെ ഇപ്പുറം കൊണ്ടുവരുന്നു. So ln R is equal to minus K into T plus ln R0. നിങ്ങൾക്ക് തന്നെ റീഅറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഇതെല്ലാം. Now the equation is similar to the equation of y is equal to mx plus c. So slope of the line in terms of natural logarithm minus k ആണ്. അപ്പോൾ നാച്ചുറൽ ലോഗരിതം എടുത്ത് ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്ലോപ്പ് മൈനസ് കെ എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ 10 to the base ആണെങ്കിൽ സെയിം എക്സ്പ്രഷൻ k into t is equal to 2.303. k into t, ഈ 2.303 ഞാൻ ഇപ്പുറം കൊണ്ടുവരുന്നു. അപ്പോൾ എന്തായിട്ട് വരും, k into t by 2.303. k into t by 2.303 is equal to log R0 minus log R. log R0 minus log R. log a by b ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എഴുതുന്നു log R. ആറിനെ ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു. അപ്പം മൈനസ് k into t by 2.303 plus log R0. Now this equation is similar to the equation of a straight line y is equal to mx plus c. What is the slope of the line? നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ what is the slope of a first order reaction എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ this is the slope. കാരണം നമ്മൾ ലോഗ് ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാൽക്കുലേഷൻ മൈനസ് കെ ബൈ 2.303. ഓക്കെ, സോ നാച്ചുറൽ ലോഗരിതം വെച്ച് നമുക്ക് എഴുതാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സ്പ്രഷൻ 10 to the base വെച്ച് എഴുതാം. ഇപ്പോൾ രണ്ട് സ്ലോപ്പ് ക്ലിയർ നോ? നിങ്ങളിതിപ്പോൾ 12th ജസ്റ്റ് ഇപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതിയതേ ഉള്ളൂ, അതുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എളുപ്പം എഴുതി പോകുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കറക്റ്റ് തറവായിട്ട് പഠിച്ചുകൊണ്ട് ഇപ്പം ജസ്റ്റ് റിമൈൻഡ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. സോ ഇറ്റ് മസ്റ്റ് ബി തറോ, സ്ലോപ്പും ഇക്വേഷൻസും. ദെൻ സെയിം വേ ഹാഫ് ലൈഫ് പീരീഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ടി ഹാഫ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അടുത്ത എക്സ്പ്രഷൻ യു സ്റ്റഡീഡ് സെയിം, നമ്മൾ ഫസ്റ്റ് സീറോ ഓർഡറിന് പഠിച്ച കണക്ക് തന്നെ R-ന് പകരം R0 by 2. Time recorded to complete half of the initial concentration of the reactant, that is known as half-life period. So when you are substituting that one, half-life period become, what is the expression you are getting? Half-life period 0.693 by K. You already studied. So in the case of first order reaction, T half is equal to 0.693 by K. So this expression you have to conclude that half-life period of a first order reaction is independent of initial concentration of the reactant. Half-life period is independent of
ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനില്ല, നമ്മൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഒരേ റിയാക്ഷൻ തന്നെ പല കോൺസെൻട്രേഷൻ നമുക്ക് എടുക്കാം. ഇപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, then T half, then time required. Initial concentration ഞാൻ കൊടുക്കുന്നു R0. This is R0 by 2. Time required is called T half. So suppose the first order reaction initial concentration is starting with 1, R0 by 2.5. Suppose T half I am writing in second. Suppose this take 20 seconds. Now I am starting with 10, changes to 5. What is the half life? 20. Or I am starting with 50 initial concentration, 25. The time required is same. Or whatever it is the initial concentration, any value, decimal value or any value we can write it. 100 changes to 50, it is 20, because half-life period of a first order reaction is independent of initial concentration of the reactant. Half-life period is independent of initial concentration of the reactant. See, first we studied for zero order. K is equal to R0 minus R by T. Then next for first order, K is equal to 2.303 by T log R0 by R. Actually this രണ്ട് എക്സ്പ്രഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് എക്സ്പ്രഷൻ വഴിയാണ് നമുക്ക് ഈ ഡെറിവേഷൻ കിട്ടിയത്, ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടിയത്. ദെൻ സെയിം വേ വി ക്യാൻ ഗോ ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ആ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പം റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. സീറോ ഓർഡർ ആകുമ്പോൾ റിയാക്ടന്റിന്റെ പവർ 0 കൊടുത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഫസ്റ്റ് ഓർഡർ ആയപ്പോൾ 1 കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ സെക്കൻഡ് കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ കെ വി ആർ ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ഈസ് 1 by T into 1 by R minus 1 by R0. This expression we will be getting for second order reaction. Then for third order reaction, when you are calculating this expression, K is equal to 1 by 2T into 1 by R square minus 1 by R0 square. For third order. Then what is for fourth order? 1 by 3T into 1 by R cube minus 1 by R0 the whole cube. So I am writing for nth order, any one order, nth order. K is equal to 1 by n minus 1 into T. കാരണം ഇവിടെ സെക്കൻഡ് ഓർഡറിന് T ആ വന്നത്, തേർഡ് ഓർഡറിന് 2T എന്നാണ് വന്നത്. അപ്പോൾ nth ഓർഡർ എടുക്കുമ്പോൾ K is equal to 1 by n minus 1 into T by 1 by R raised to n minus 1 minus 1 by R0 raised to n minus 1. This is the integrator right constant expression for any order. So this all you have to by heart it. Are you noted know this expression? 0 and first you already derived and integrated expression you studied. Okay, same way second and third same expression when you are going to rate is equal to minus dr by dt is equal to k into r raised to second order number r square. One by r dr എന്നുള്ള കോൺസെപ്റ്റ് വരും. അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 by r minus 1 by r0 അങ്ങനെയാണ് ആ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത്. And similarly for nth order, 1 by n minus 1 into T, 1 by r raised to n minus 1 minus
1 by R0 raised to n minus 1. Okay, same way next to go to half-life period. T half. What is the half-life period for zero order reaction? T half is equal to R0 by 2k. Then for first order reaction, T half is equal to 0.693 by k. Second order reaction, what is the expression we studied for second order reaction? 1 by T into 1 by R minus 1 by R0 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടിക്ക് വരും what we have to substitute T half, then R become R0 by 2. അപ്പോൾ ഇതിൻ്റെ R0 by 2 ആകുമ്പം this is R0 2 minus 1, so 1 by R0. That means in the case of second order reaction, T half is equal to here k will be coming, so 2 is the 2 by R0 minus 1 by R0 is the expression. So R0 2 minus 1 by R0, so 1 by k into R0. Then third order പോവുകയാണെങ്കിൽ T half is equal to 1 by k into R0 the whole square. Like that it will go. ആ എക്സ്പ്രഷനിൽ ആറിന് പകരം നമ്മൾ R0 by 2 കൊടുക്കുമ്പോൾ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ് കിട്ടും. ഏത് ഓർഡറിനും ഇതേപോലെ എഴുതി പോവാം. ഓക്കെ, സോ T half നമ്മൾ ജനറൽ ആയിട്ട് എഴുതുവാണെങ്കിൽ T half is proportional to 1 by R0 raised to general expression R0 raised to n minus 1. അപ്പോൾ നോക്കിയേ സീറോ ഓർഡർ ആണെങ്കിൽ T half is 1 by R0 raised to 0 minus 1 മുകളിൽ പോകുമ്പോൾ R0. So T half is directly proportional to R0. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് R0. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഇവിടെ 2 കൊടുക്കണം, 2 minus 1 that is 1 by R0. തേർഡ് ഓർഡർ ആകുമ്പോൾ 1 by R0 square. So this is the general expression for half life period of a reaction. T half proportional to 1 by R0 raised to n minus 1. Okay, this all is studied. I think you are easily following all the concept there. All the point you have to note down point by point, because we need only this formula and all. No need of derivation and all. Entrance examination, the director, they will be asking the questions, so directly you have to apply it. Theoretical part is not there, but theoretical part we must know, is try to understand and then you can answer it. So this direct formula all you must know. T half proportional to 1 by R0 raised to n minus 1. So half life period is clear now. Then in the case of first order reaction, mainly in the chapter we are discussing with the first order and the zero order on. So first order reaction il T half എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can write it time required for 50%. T 50% ഉം T half ഉം same is equal to 0.693 by k. Just time required for 75%. Time required for 50% is 0.693 by k. Time required for 75%. Okay, see actually when you are calculating no time required for 75%, that T 75% is equal to 2.303 by k log, what is R0 percentage composition, R0 100, what is the remaining concentration 25. 25 100 നമ്മൾ cancel ചെയ്യുമ്പോൾ 4 we can write it as 2 square. This expression become 2 into 2.303 into log 2 by k. ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് T half എന്ന് പറയുന്ന 0.693 by k എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ആണ്. This one is 0.693 by k. അപ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T75. ഇപ്പോൾ T75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into T half എന്നാണ് റിലേഷൻ.
ആ റിലേഷൻ നമ്മൾ കറക്റ്റായിട്ട് അറിയണം. കാരണം ടി ഹാഫ് തന്നിരുന്നാൽ നമുക്ക് 75% കണ്ടുപിടിക്കാൻ ഡയറക്റ്റായിട്ട് ഈക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. 2 × ടി ഹാഫ് കൊടുക്കുമ്പോൾ 75 ഡയറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കെ എഴുതി എക്സ്പ്രഷൻ എഴുതി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. Again half life T 87.5%, 3 × T half. Then T 99.9%, remaining 0.1 only. So 10 × T half. T 90 6.66 × T half. Under relation ഉണ്ട്. T 90 6.66 × T half. ഇപ്പോൾ ഈ റിലേഷൻ അറിഞ്ഞാൽ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ് തന്നിട്ട് അവർ 75 87.5 99.9 90 ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിലേഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഈസി കാൽക്കുലേഷൻ ഈസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ്. T 90 ഉണ്ട് 6.66 × T half. (99.9%) ആകുമ്പോൾ 10 × T half. So in a chemical reaction, the rate is always a constant. At any concentration, rate is always a constant. What will be the order of the reaction? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഏത് കോൺസെൻട്രേഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോഴും അവനൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഓർഡർ? യെസ്, ഇറ്റ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ബിക്കോസ് സീറോ ഓർഡർ റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോഴാണ് റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ ദ ഹോൾ റേസ് ടു സീറോ. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര വന്നാലും പവർ സീറോ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് 1. സോ റേറ്റ് ഈസ് ആൾവേസ് എ കോൺസ്റ്റന്റ്. റേറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഏത് ഓർഡർ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നിൽക്കുന്ന ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നിൽക്കുന്ന സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ലൈക്ക് ദാറ്റ് വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ദ ഓർഡർ ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിച്ചത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ, റിയാക്ടന്റ്, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്. അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചത് ടെമ്പറേച്ചറും പ്രഷറും. നമ്മൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയാലും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. ബിക്കോസ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടിയാൽ എഫക്റ്റീവ് കൊളിഷൻ നടക്കും. ഓക്കെ, എഫക്റ്റീവ് കൊളിഷൻ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ തങ്ങളിൽ എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൾറെഡി എക്സിസ്റ്റിംഗ് ബോണ്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ ന്യൂ ബോണ്ട് ഫോർമേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആൾറെഡി എക്സിസ്റ്റിംഗ് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സർട്ടൺ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. വി ആർ നോട്ട് ഗെറ്റിംഗ് വാട്ടർ ഡയറക്ട്ലി ഫ്രം അറ്റ്മോസ്ഫിയർ ഈവൻ ദോ ദേ ആർ കൊളൈഡിങ് ഈച്ച് അതർ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ അവർ കൊളൈഡ് ചെയ്യുന്നുണ്ട്. But we are not getting water directly from atmosphere. Why? Because hydrogen is a stable molecule at a room temperature. H single bond H. Bond dissociation enthalpy high. Same way oxygen also stable at a room temperature. O double bond O. ഇപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും കൂടെ കൊളൈഡ് ചെയ്യുമ്പം ഈ HH ബോണ്ടും O ഡബിൾ ബോണ്ട് Oയും എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. എങ്കിലേ ന്യൂ ബോണ്ട് ഫോർമേഷൻ നടക്കും. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി റൂം ടെമ്പറേച്ചറിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് അവർ കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എന്ത് ഉണ്ടാവുന്നില്ല? പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നില്ല. ബൈ ബിക്കോസ് ദ റിയാക്ടന്റ് മോളിക്യൂൾസ് ആർ നോട്ട് പൊസസിങ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എനർജി ഫോർ എഫക്റ്റീവ് കൊളിഷൻ. ദാറ്റ് ഈസ് കൊളിഷൻ തിയറി. അപ്പം എഫക്റ്റീവ് കൊളിഷൻ നടക്കണമെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂൾ ഷുഡ് പൊസസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി. ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് കൊളിഷൻ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ അവൻ്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ എഫക്റ്റീവ് കൊളിഷൻ നടക്കും. എഫക്റ്റീവ് കൊളിഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ കേസിലും as the temperature increases the rate of chemical reaction also increases. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് നിങ്ങൾ കുറേ ടേംസിലൂടെ പഠിച്ചു. ടെമ്പറേച്ചറിന്
ടെമ്പറേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഏതൊക്കെ ടേംസിലായിരുന്നു പഠിച്ചത്? ത്രെഷോൾഡ് എനർജി, ആക്ടിവേറ്റർ കോംപ്ലക്സ്, ആക്ടിവേഷൻ എനർജി. What is the term threshold energy? It is the minimum amount of energy required by the reactant molecule to take part in chemical reaction. Minimum amount of energy required by the reactant molecule to take part in chemical reaction. That amount of energy is called threshold energy. അപ്പോൾ threshold energy attain ചെയ്തെങ്കിൽ മാത്രമേ chemical reaction നടക്കൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എനർജി സപ്ലൈ ചെയ്യുന്നത്. So the molecule kinetic energy കൂടും. So the majority molecule readily attaining threshold energy. So effective collision will take place and we will be getting the product. Then എന്താണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്? ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴും ആദ്യം റിയാക്ടന്റ് മോളിക്യൂൾ കൊളൈഡ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. എല്ലാ കെമിക്കൽ റിയാക്ഷന്റെയും നമ്മളെ എയിം എന്ന് പറയുന്നത് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് പ്രോഡക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. സോ what are activated complex? They are the intermediate species formed by the effective collision of reactant molecule just before the formation of product. Clear? They are the intermediate species formed by the effective collision of reactant molecule just before the formation of product. That is known as activated complex. They possess high energy, so they are highly unstable. Activation energy activated complex highly unstable ആണ്. അപ്പോൾ അവർ പെട്ടെന്ന് എനർജി കുറച്ച് സ്റ്റേബിൾ പ്രോഡക്റ്റുകളായിട്ട് മാറും. ഓക്കെ, ദെൻ അടുത്ത നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച ഒരു ടേം ആണ് എന്താണ്? ആക്ടിവേഷൻ എനർജി, EA. എന്താണ് ആക്ടിവേഷൻ എനർജി? ഇറ്റ് ഈസ് ദ എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ ദ റിയാക്ടന്റ് മോളിക്യൂൾ ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേം ആക്ടിവേഷൻ എനർജി. ഇപ്പം റൂം ടെമ്പറേച്ചർ റിയാക്ഷൻ നടക്കുന്നില്ല. ഇപ്പം റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂളിന് കുറച്ചും കൂടെ എനർജി കൊടുക്കണം. അപ്പോൾ ആൾറെഡി അവർക്കൊരു എനർജി ഉണ്ട്, അവർ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എനർജി എന്തായാലും ഉണ്ട്. ആ എനർജി കൂടാതെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം എക്സ്ട്രാ എനർജി കൊടുക്കുന്നു ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തിയറിറ്റിക്കൽ എക്സ്പ്രഷൻ ത്രെഷോൾഡ് എനർജി മൈനസ് എനർജി പൊസസ്ഡ് ബൈ ദ റിയാക്ടന്റ് മോളിക്യൂൾ, ദാറ്റ് ഈസ് ആക്ടിവേഷൻ എനർജി. ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. So activation energy is threshold energy minus energy possessed by the reactant molecule. ഇനി നമ്മൾ മെജോറിറ്റി റിയാക്ഷനും എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷന്റെ ടെമ്പറേച്ചർ നമ്മൾ 10 ഡിഗ്രി റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ബിക്കം ഡബിൾ. ഓക്കെ, ഏതൊരു കെമിക്കൽ റിയാക്ഷന്റെയും ടെമ്പറേച്ചർ നമ്മൾ 10 ഡിഗ്രി റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഓട്ടോമാറ്റിക്കലി എത്രയാവും? ഡബിൾ ആയിട്ട് മാറുന്നു എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിൻ്റെ റേഷ്യോ റേറ്റ് കോൺസ്റ്റന്റ് റേഷ്യോ അറ്റ് 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറും നോർമൽ ടെമ്പറേച്ചർ. ഞാനിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ട് ചെയ്തു 25 ഡിഗ്രി സെൽഷ്യസിൽ, എനിക്ക് റേറ്റ് കോൺസ്റ്റന്റ് കിട്ടി. ഞാൻ ഈ 25ൽ നിന്ന് ഞാൻ 10 ഡിഗ്രി റൈസ് ചെയ്യുന്നു, 35 ആക്കി, അപ്പോഴും എനിക്ക് റേറ്റ് കോൺസ്റ്റന്റ് കിട്ടി. അപ്പോൾ റേറ്റ് ബിക്കം ഡബിൾ ആണ്. അപ്പോൾ ഈ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10 ഡിഗ്രി റൈസും നോർമലും തമ്മിലുള്ള റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അതെപ്പോഴും 2 to 3 റേഞ്ചിലാണ് വരാറുള്ളത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ബൈ നോർമൽ ടെമ്പറേച്ചർ. ഓക്കെ, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് T+10 by T. ടെമ്പറേച്ചർ അറ്റ് 10 ഡിഗ്രി റൈസ് ഇൻ ബൈ നോർമൽ ടെമ്പറേച്ചർ. ആർ യു ഗെറ്റിംഗ് നോ? ക്ലിയർ നോ? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഞാനിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ 30 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 28 ഡിഗ്രി സെൽഷ്യസിൽ കണ്ടക്ട് ചെയ്തു. അതിനപ്പോൾ എനിക്കൊരു റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി റേറ്റ് വെച്ച്. ഇനി ആ 28 എന്നുള്ളത് ഞാൻ 10 ഡിഗ്രി റൈസ് ചെയ്തു 38, അപ്പം T+10 ആയി. ആ T+10നെ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഒറിജിനൽ വാല്യൂ എത്രയായിരുന്നു ആ കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോയ്ക്കാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. T+10 by T. The ratio of rate constant is called temperature coefficient. That usually come to the range of 2 to 3. Okay, then അടുത്ത നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് പഠിച്ചത് ഫാക്ടർ പഠിച്ചത് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് നിങ്ങൾ കാറ്റലിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ് ആൻഡ് ലോവർ ക്ലാസ് ഓൺവേഴ്സ് യു സ്റ്റഡിങ് കാറ്റലിസ്റ്റ്. Catalysts are substances that can alter the rate of chemical reaction, either increase or decrease, both will be happening. Okay, then positive catalyst, negative catalyst, then auto catalyst.
ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്ത ആ പ്രോഡക്റ്റ് എന്തായിട്ട് ആക്ട് ചെയ്യും? റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് ഓട്ടോ കാറ്റലിസ്റ്റ്. ദെൻ ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ്, എൻസൈം, കറ്റാലിറ്റിക് ആക്ഷൻ, ഇതെല്ലാം നിങ്ങൾ സർഫസ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഇവിടെയും വരുന്നുണ്ട് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി. ഇവിടെ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഒരു കാറ്റലിസ്റ്റിന്റെ റോൾ കെമിക്കൽ റിയാക്ഷനിൽ? യെസ്, ആക്ടിവേഷൻ എനർജി താഴ്ത്തി കൊണ്ടുവരുന്നു. ഇപ്പോൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. ആദ്യം കാറ്റലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ എനർജി എത്തിയെങ്കിൽ മാത്രമേ എന്ത് ഫോം ചെയ്യൂ? ആക്ടിവേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യൂ. ആക്ടിവേഷൻ എനർജി വേണം. എന്നാൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കാറ്റലിസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യിക്കുന്നതുകൊണ്ട് ഈ ആക്ടിവേഷൻ എനർജി ഇനി താഴും. അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ഫോം ചെയ്യും? പ്രോഡക്റ്റ് ഫോം ചെയ്യും. അതിന്റെ ഗ്രാഫ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിത്തൗട്ട് കാറ്റലിസ്റ്റും വിത്ത് കാറ്റലിസ്റ്റും എല്ലാം ക്ലിയർ ആണ്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ? ഇറ്റ് റെഡ്യൂസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദി റിയാക്ടന്റ് മോളിക്യൂൾ. Reduce the activation energy of the reactant molecule. Role of catalyst in a chemical reaction is to reduce the activation energy of the reactant molecule. To reduce the activation energy of the reactant molecule. That is the role of catalyst in a chemical reaction. Are you getting now? Role of catalyst. Reduce the activation energy. And catalyst example, different types of catalyst and all in the chapter surface chemistry you studied. Now in the factors നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ച ഒരു ടേം ആണ് ആക്ടിവേഷൻ എനർജി. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഹൗ ദിസ് ആക്ടിവേഷൻ എനർജി റിലേറ്റഡ് ടു റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റും ആക്ടിവേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ റിലേഷൻ? യെസ്, അറീനിയസ്. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അറീനിയസ് ഇക്വേഷൻ. Arrhenius equation. Arrheniusന് കെമിസ്ട്രിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. നിങ്ങൾ ആസിഡ് ബേസ് കോൺസെപ്റ്റ് എല്ലാം കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. നൗ Arrhenius equation. ഈ Arrhenius equation എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലുള്ള റിലേഷന്? ആക്ടിവേഷൻ എനർജിയും റേറ്റ് കോൺസ്റ്റന്റും. ഹൗ ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു ആക്ടിവേഷൻ എനർജി. വാട്ട് ഈസ് ദ ഇക്വേഷൻ? K is equal to A e to the power minus EA by RT. എക്സ്പെണൻഷ്യൽ പവറിലാണ് തന്നിരിക്കുന്നത്. കെ റേറ്റ് കോൺസ്റ്റന്റ്, എ അറീനിയസ് കോൺസ്റ്റന്റ് ഓർ അറീനിയസ് പാരാമീറ്റർ എന്ന് നമ്മൾ വിളിക്കുവാണ്. ഈ എക്സ്പെണൻഷ്യൽ ടേം ഇ എ ആക്ടിവേഷൻ എനർജി, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്. ലോഗ് എടുക്കുമ്പോൾ എക്സ്പെണൻഷ്യൽ ആകുമ്പോൾ ഏത് ലോഗ് നമ്മൾ ആദ്യം കൊടുക്കുന്ന? നാച്ചുറൽ ലോഗരിതം. എൽ എൻ കെ ഈസ് ഈക്വൽ ടു എൽ എൻ എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. So ln k is equal to ln a, that is split in the log a plus log b minus ea by rt. ഞാൻ ആദ്യം കൊടുത്തിട്ട് ln e log e to the base e. What is ln e? 1. So ln k is equal to ln a minus ea by rt. ഇതും Arrhenius equation തന്നെയാണ്. This is in the form of natural logarithm. How we can convert into 10 to the base? Multiplying with 2.303. So 2.303 log k is equal to 2.303 log e minus ea by rt. Now 2.303 ഞാൻ കോമൺ ഫാക്ടർ എടുക്കുന്നു ആ ഇക്വേഷനിൽ. 2.303 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ log k is equal to log a മൈനസ് ഇ എ ബൈ 2.303 ആർ ടി. ഇതും Arrhenius ഇക്വേഷൻ തന്നെയാണ്. നമുക്കിപ്പോൾ ഇവിടെ Arrhenius ഇക്വേഷൻ നമ്മൾ 3 ഫോമാറ്റിൽ പഠിച്ചു. ദിസ് ഈസ് എക്സ്പെണൻഷ്യൽ ഫോം, നാച്ചുറൽ ലോഗരിതം, 10 to the base. 3 ഒരേ ഇക്വേഷൻ തന്നെയാണ്. k is equal to a e raised to minus e a by rt, ln k is equal to ln a e raised to minus e a by rt, or this format. ഇതിന് സിംപ്ലിഫൈ ചെയ്ത ഫോമാറ്റ് ln k is equal to ln a minus e a by rt ln e. ln e 1 ആണ്, അപ്പോൾ ഇവിടെ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറയും. ദെൻ 10 to the base. അപ്പോൾ ഈ രണ്ട് ഫോമാറ്റിലും ln k is equal to ln a minus e a by rt എ, ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച കണക്കിന് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനുമായിട്ട് കോറിലേറ്റ് ചെയ്യാം. കോറിലേറ്റ് ചെയ്യുമ്പോൾ ln k is equal to മൈനസ് ഇ എ ബൈ ആർ ടി പ്ലസ് ln e എന്ന് വരും.
അപ്പോൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ what is the slope of the line? Slope is equal to minus EA by R. അവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ln k against 1/t ആണ്. ഇവിടുത്തെ ടി ക്യാപിറ്റൽ ലെറ്റർ ടെമ്പറേച്ചർ ടൈം അല്ല. നേരത്തെ നമ്മൾ പഠിച്ച സ്മാൾ ലെറ്റർ ടി വെച്ചാണ് നമ്മൾ ഗ്രാഫ് വരച്ച്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി. സോ സ്ലോപ്പ് ഈസ് മൈനസ് EA by R. ഇനി നമ്മൾ നാച്ചുറൽ ലോഗരിതം ആണെങ്കിൽ എവനെയും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ln k is equal to minus EA by 2.303 RT plus log E എന്ന് വരും. സോ ഹിയർ ആൾസോ സ്ലോപ്പ് ഓഫ് ദ ലൈൻ, ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ സ്ലോപ്പ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് EA by 2.303 R. ഇതാണ് നമ്മൾ 10 to the base ആണ് നമ്മൾ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്ന. അപ്പോൾ ഈ ഇക്വേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അവരൊരു ഒരു റിയാക്ഷൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. ദേ ആർ ആസ്കിങ് വാട്ട് വിൽ ബി ദ ആക്ടിവേഷൻ എനർജി. സ്ലോപ്പ് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് വാല്യൂ ഈസ് ഈക്വൽ ടു മൈനസ് EA by 2.303 R. ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റഡി ഓൺ സോളിഡ് സ്റ്റേറ്റ് ചാപ്റ്റർ. സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അറേഞ്ച്മെന്റ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വേറെ ക്രിസ്റ്റൽ. Okay, all are prepared with the content. All of you thoroughly the content. Solid state. A question ചോദിച്ച റെഡി ആണല്ലോ, ആൻസർ പറയാനില്ലായിരിക്കും. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ പഠിച്ചത് സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ തുടങ്ങി. ദെൻ ക്രിസ്റ്റലൈൻ സോളിഡിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡുകൾ പഠിച്ചു. അതിൽ നമ്മൾ അയോണിക് സോളിഡ് എടുത്തു. അയോണിക് സോളിഡില് ആദ്യം നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചു. ദെൻ എഡ്ജ് ലെങ്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ പഠിച്ചു. ദെൻ ഡയമെൻഷൻ ഡെൻസിറ്റിയുടെ കാൽക്കുലേഷൻ പഠിച്ചു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് അറേഞ്ച്മെന്റ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ദെയർ ഇൻ ക്രിസ്റ്റൽസ്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് 2 ടേംസ് പഠിച്ചു. ഓയിഡ്സ് ആർ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ഓഫ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, 2D-യിൽ 2 ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് നമ്മൾ പഠിച്ചു. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ പാക്കിങ്ങും. സ്ക്വയറിലെ കോർഡിനേഷൻ നമ്പർ 4, ഹെക്സഗണലിൽ 6. ദെൻ നമ്മൾ പഠിച്ചു 3D. 3D-യിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. 2 ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് നമുക്ക് 3D പാക്കിങ്ങിൽ വരുന്നത്, HCPയും CCPയും. ABAB പാക്കിങ്ങും ABC പാക്കിങ്ങും. അത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഓയിഡുകൾ, ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ. ടെട്രാഹെഡ്രലുകൾ എത്ര എണ്ണം ഫോം ചെയ്യുന്നു അതിന്റെ നേരെ പകുതിയാണ് ഏത് ഓയിഡ് ഫോം ചെയ്യുന്നത്, ഒക്ടാഹെഡ്രൽ ഓയിഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? കണ്ടന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യം ക്വസ്റ്റ്യനിലും in a crystal A atoms, capital letter A atoms are occupying at the corners and B atoms are at the face centers. What is the formula of the crystal? A corners and B atoms are at the face centers. What is the formula of the crystal? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എയുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, ദെൻ ബിയുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. എയുടെയും ബിയുടെയും കോൺട്രിബ്യൂഷൻ അറിയാന്നുണ്ടെങ്കിൽ we can find out the formula of the question. A എവിടെയാണ് occupy ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ? corners. What is the contribution of corner? Number of atoms of A. First you note down number of atoms of A is equal to 8 into 1/8 is equal to 1. Then number of atoms of B. B എവിടെ occupy ചെയ്യുന്ന face centers. എത്ര faces ഉണ്ട്? 6. So 6 into 1/2. So answer is 3. So A യുടെ contribution 1, B യുടെ contribution 3. So the formula of the crystal is AB3. Clear ആണല്ലോ? Any doubt? നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓരോന്നിന്റെയും നമ്പർ ഓഫ് ആറ്റംസ് യൂണിറ്റ് സെല്ല് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. A കോർണറിൽ മാത്രമേ ഉള്ളൂ, കോർണറിൽ മാത്രമേ നമ്മുടെ കോൺട്രിബ്യൂഷൻ 1.
B. Face and use. Totally how many faces? 6 faces are there. Opposite faces single icon active in the so 6 into 1 by 2, 3. So the formula is AB 3. Clear on the regular to this area. In a crystal, P atoms are at the corners and the Q atoms are at the Q, P and Q. P at the corners and Q atoms are at the alternate faces. Alternate faces. What is the formula of the crystal? What is the formula of the crystal? A contribution area, contribution of A and contribution of B. A corners. So what is the contribution? Not A and B, P and Q. P the contribution 8 into 1 by 8 to 1. Q alternate faces. ഒന്നിടവിട്ടുള്ള ഫേസുകളിൽ. Just imagine ഒരു ക്യൂബിന്റെ ഒന്നിടവിട്ടുള്ള ഫേസുകൾ. ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ഏതെങ്കിലും ഒരു ഫേസിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ കൊടുക്കുക. ഇനി അടുത്ത കൊടുക്കേണ്ടത് ഒന്നിടവിട്ടുള്ള ഫേസിലാണ്. അപ്പൊ അതിന് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ഫേസുകളൊന്നും നമുക്ക് പാർട്ടിക്കിൾസിന് കൊടുക്കാൻ പറ്റില്ല. ഒരു ഫേസിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫേസിൽ അടുത്തത് വരുന്നു. ബാക്കിയെല്ലാം കോൺസിക്യൂട്ടീവ് ഫേസസ് ആയിട്ടായിരുന്നു. ഒന്നിടവിട്ടുള്ള ഫേസ്. ഒരു ക്യൂബിനകത്ത് രണ്ട് പാർട്ടിക്കിൾ വരുത്തുള്ളൂ. ആ രണ്ട് പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ അത് ഒന്നായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്യൂയുടെ കോൺട്രിബ്യൂഷൻ 2 into 1 by 2, 1. ക്യൂബ് ഇമാജിൻ ചെയ്യുക, ആൾട്ടർനേറ്റ് ഫേസസ് എടുക്കുക. അപ്പൊ ഒരു ഫേസ് ഒരെണ്ണം വന്നാൽ ഓപ്പോസിറ്റ് ഫേസിലെ പിന്നെ അടുത്തത് വരും. ബാക്കിയെല്ലാം കോൺസിക്യൂട്ടീവ് ഫേസസ് ആണ്. തൊട്ടടുത്ത ഫേസുകളായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിലെ ഓപ്പോസിറ്റ് ഫേസിൽ അവ രണ്ടും ഒന്നായിട്ട് ആക്ട് ചെയ്യും. സോ ദ ഫോർമുല ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് PQ. ക്ലിയർ? ഇതേപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആലോചിച്ച് വേണ്ടി തരാം. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ formula of the crystal. Okay, then what is the coordination number of HCP and CCP arrangement? What is the coordination number in HCP and CCP? What is the coordination number in HCP? 12, CCP 12. Okay. അപ്പൊ കണ്ടന്റിലെല്ലാം ധാരാളമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കി കണ്ടന്റിലേക്ക് പോവാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റേഡിയസ് റേഷ്യോയെ കുറിച്ചാണ്. റേഡിയസ് റേഷ്യോ അയോണിക് ക്രിസ്റ്റൽസ് ആണെങ്കിൽ അതിന്റെ കാറ്റോണും ആനോണും തമ്മിലുള്ള റേഷ്യോ, റേഡിയസ് റേഷ്യോ നമ്മൾ ഫ്രാക്ഷൻസ് ആയിട്ട് എടുക്കും. റേഡിയസ് റേഷ്യോ കാറ്റോണും ആനോണും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് അയോൺ ഈസ് ലാർജ് ഇൻ സൈസ്? അനിയൻ. ഓക്കെ, അപ്പൊ കാറ്റോൺ സ്മാൾ ഇൻ സൈസ് ആണ്. കാറ്റോൺ എല്ലായ്പ്പോഴും കറസ്പോണ്ടിങ് ആറ്റത്തിനേക്കാൾ സൈസ് കുറവായിരിക്കും. കാരണം കാറ്റോൺസ് ആർ ഫോംഡ് ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് കാറ്റോൺ. ഇപ്പൊ സൈസ് കുറയും. കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ആനോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴാണ്. ഇപ്പൊ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. സോ ആനോൺസ് ആർ ലാർജ് ഇൻ സൈസ് ആൻഡ് കാറ്റോൺസ് ആർ സ്മാൾ ഇൻ സൈസ്. സോ റേഡിയസ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാറ്റോൺ ബൈ ആനിയോൺ അതാണ് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുന്നത് റേഷ്യോ ആണ് എടുക്കുന്നത്. റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നോട്ട് എ ഫ്രാക്ഷൻ. സോ കാറ്റോൺ ബൈ ആനിയോൺ, that is radius ratio. Now you have to make this table column there in the heading radius ratio. That I will note here, it is the ratio of cation to anion in a crystal. The radius ratio നമ്മൾ എന്തിനു പഠിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ the radius ratio യുടെ range വെച്ചുകൊണ്ട് we can identify the coordination number of the crystal. ക്രിസ്റ്റലിന്റെ കോർഡിനേഷൻ നമ്പർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റേഡിയസ് റേഷ്യോ ഇതിനെ കോളാക്കിയത്. അല്ല, ലിമിറ്റിംഗ് റേഡിയസ് റേഷ്യോ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യുന്നു. കോർഡിനേഷൻ നമ്പർ ഷേപ്പ് limited radius ratio. Suppose the radius ratio range is 0.155 to 0.225. The coordination number in this case you are getting is 3. 0.225 to 0.414. Coordination number 4.
0.414 to 0.732, coordination number 6. 0.732 to 0.1, 0.999. Sorry, not 0.11. 0.9999, round figure 1. Coordination number 8. Sorry, that is the shape trigonal. Trigonal planar. 4 tetrahedral. 6 octahedral. 8 body centered cube ആണ് 8 വരുന്ന കോർഡിനേഷൻ ആണ്. ബോഡി സെന്റേർഡ് ക്യൂബ്, BCC packing. This is idea we are getting from radius ratio. Radius ratio 3 വരുന്നുണ്ട്. B2O3 boric oxide ആണ് എക്സാം ലെറ്റർ എടുക്കുന്ന boric oxide. CuCl, CuBr, NaCl, KCl, cesium chloride 8. Example also you can notate. Radius ratio. Radius of cation to radius of anion. So this question നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. കാറ്റോണും ആനിയന്റെ റേഡിയസ് തന്നിരിക്കുന്നു. റേഡിയസ് റേഷ്യോ കണ്ടുപിടിച്ചാൽ ഏത് റേഞ്ചിലാണോ ആ വാല്യൂ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് കോർഡിനേഷൻ നമ്പർ കിട്ടും. അപ്പൊ നമുക്ക് ഷേപ്പ് വരും, ഏത് അറേഞ്ച്മെന്റ് ആണെന്ന് പറയാം. It is very important. So this value have to by heart. 0.155 to 0.225 3. 0.225 to 0.414 4. 414 to 0.3732 6. So number confusion very 225 എന്നാൽ 3 എഴുതുമോ 4 എഴുതുമോ, അങ്ങനെ 225 എക്സാക്ട് ആയിട്ട് വരാറില്ല. അതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തത്. എന്നാലും നമുക്ക് 225 വന്നു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാണ് 225 അങ്ങനെ എക്സാക്ട് ആയിട്ട് വന്ന് നിൽക്കാറില്ല. അതുകൊണ്ടാണ് വാല്യൂ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, റേഡിയസ് റേഷ്യോ ഇസ് ക്ലിയർ നോ. Radius of cation to radius of anion. Last class നമ്മൾ 3D packing പഠിച്ചു. അത് ഞാൻ പറഞ്ഞു. നമുക്ക് ടെട്രാഹെഡ്രലും ഒക്ടാഹെഡ്രലും അറേഞ്ച്മെന്റ് വന്നു. രണ്ട് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്, സോറി രണ്ട് ടൈപ്പ് ഓഫ് വോയിഡ്, ടെട്രാഹെഡ്രൽ വോയിഡ്, ഒക്ടാഹെഡ്രൽ വോയിഡ്. അത് ഞാൻ റിലേഷൻ പറഞ്ഞു തന്നിരുന്നു. How they are related, relation between tetrahedral and octahedral oil. നോട്ട് ചെയ്തത്, നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്യണം. റിലേഷൻ ബിറ്റ്വീൻ ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ ഓയിഡ്. നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ഓയിഡ് ഫോംഡ് ഈസ് ഡബിൾ ഓഫ് ഒക്ടാഹെഡ്രൽ ഓയിഡ്. ഈ ടെട്രാഹെഡ്രൽ ഒക്ടാഹെഡ്രൽ ഓയിഡ് വെച്ച് നമുക്ക് ക്രിസ്റ്റൽസിന്റെ ഫോർമുല ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ക്രിസ്റ്റൽസിന്റെ ഫോർമുല നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തരുമ്പോൾ അതില് ഒരു പാർട്ടിക്കിൾ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നതായിട്ട് പറയും. CCP അറേഞ്ച്മെന്റ് എന്നോ HCP അറേഞ്ച്മെന്റ് എന്നോ പറയും. ഒരു പാർട്ടിക്കിൾ A atom form HCP lattice or A atom form CCP lattice. ആരാണോ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യിക്കുന്നത് ആ ആറ്റത്തിന്റെ എണ്ണവും ഒക്ടാഹെഡ്രൽ ഓയിഡിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ഒരിക്കലും മറന്നുപോലെ ഈ കോൺസെപ്റ്റ്, ഇതാണ് അടുത്ത കോൺസെപ്റ്റ്. ആരാണോ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യിക്കുന്നത് ആ ആറ്റത്തിന്റെ എണ്ണവും ഒക്ടാഹെഡ്രൽ ഓയിഡിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ഒക്ടാഹെഡ്രൽ ഓയിഡിന്റെ എണ്ണം ഇപ്പൊ നമ്മൾ അവിടെ എടുക്കാറുണ്ട്, വേരിയബിൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന എക്സ്. അങ്ങനെയാണെങ്കിൽ ടെട്രാഹെഡ്രൽ ഓയിഡിന്റെ എണ്ണം എത്ര ആയിരിക്കും? 2x. അപ്പൊ അടുത്ത പാർട്ടിക്കിൾ എവിടെയാണോ പ്രസന്റ് ആയിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഫോർമുല എഴുതാൻ പറ്റും. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആരാണോ ആ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യിക്കുന്നത്, ആ ക്രിസ്റ്റൽ അറേഞ്ച്മെന്റ് ഫോം ചെയ്യിക്കുന്നത്, അതിന്റെ എണ്ണവും ഒക്ടാഹെഡ്രൽ ഓയിഡിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ നോട്ട് ചെയ്താണ്. ക്വസ്റ്റ്യൻ in a crystalline solid, in a crystalline solid
A atoms, capital letter A atoms form HCP lattice, hexagonal cross-packed lattice, HCP lattice. And B atoms occupy 2/3 of tetrahedral oids. 2/3 of tetrahedral oids. What is the formula of the crystal? What is the formula of the crystal? Clear the question? Alaamated the question. So, this question is crystal lattice form cheyikkunnathu E. Okay. ആരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യിക്കുന്നത് അതിന്റെ എണ്ണവും ഒക്ടാഹെഡ്രൽ ഓയിഡിന്റെ എണ്ണവും സെയിം ആയി. സോ നമ്പർ ഓഫ് octahedral oid is equal to x. Number of octahedral oid x ആണെങ്കിൽ number of atoms of A is equal to 1 x. ആരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യിക്കുന്നത് അതിന്റെ എണ്ണവും octahedral oidന്റെ എണ്ണവും സെയിം ആയിരിക്കും. അപ്പോൾ A ആണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്ത എയുടെ എണ്ണം നമ്പർ ആദ്യം നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് A x എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന് ബേസ് ചെയ്ത് നമുക്ക് പറയാം നമ്പർ ഓഫ് octahedral oid രണ്ടാമത് എഴുതാൻ ബെറ്റർ oids is equal to x. അതിനാണ് നമ്പർ ഓഫ് tetrahedral oids എത്രയായിരിക്കും octahedralന്റെ ഡബിൾ ആണ് tetrahedral. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ്. എത്ര octahedral ഫോം ചെയ്യുന്നു അതിന്റെ ഡബിൾ tetrahedral. For 2x. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് B നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് B എങ്ങനെ ഫോം ചെയ്യും? എത്ര tetrahedral ഫോം ചെയ്യുന്നു അതിന്റെ 2/3 ആണ് B ഓക്കുപൈ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയത്. And 2/3. So 2x into 2/3. That is equal to 4x/3. Now A is to B ratio. A is to B is equal to x is to 4/3x. 3 കൊണ്ട് multiply ചെയ്തു കഴിഞ്ഞാൽ formula are getting 3x is to 4x. So the formula of the crystal is A3B4. A3B4. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കാരണം ടെട്രാഹെഡ്രലിന്റെ ഓക്കുപേഷൻ അത് 2/3 ആണ്. അത് വേണമെങ്കിൽ 1/2 എന്നാക്കാം. ഏത് ഫ്രാക്ഷനും തരാം. ടെട്രാഹെഡ്രൽ തന്നെ തരണമെന്നില്ല. B ആറ്റംസ് വേണമെങ്കിൽ ചില ക്വസ്റ്റ്യൻ പറയും ഹാഫ് ഓഫ് ദി octahedral oid. octahedralന്റെ ഓയിഡിന്റെ ഹാഫിലായിരിക്കും ചിലപ്പോൾ B വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ x വെച്ച് നമുക്ക് ഇവിടെ 2x എഴുതേണ്ട കാര്യമില്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് ഈ ആൻസർ വരുന്ന ഈ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആരാണോ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യിക്കുന്നത് അതിന്റെ എണ്ണവും octahedral oidന്റെ എണ്ണവും സെയിം. നിങ്ങൾക്ക് മനസ്സിലാത്ത രീതിയിൽ എഴുതി വെക്കാം. ഇങ്ങനെയുള്ള അവിടെ ബ്രാക്കറ്റിൽ എവിടെയെങ്കിലും സൈഡ് വൈസ് ആക്കി എഴുതിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ആരാണോ ക്യൂബിക് ക്രിസ്റ്റലൈൻ അറേഞ്ച്മെന്റ് ഫോം ചെയ്യിക്കുന്ന ആ ആറ്റത്തിന്റെ എണ്ണവും octahedral oidന്റെ എണ്ണവും സെയിം ആയിരിക്കും. ഒന്ന് രണ്ട് ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മേർച്ച് നോക്കുമ്പോൾ ഇത് മനസ്സിലാകും. നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ എഴുതാൻ പറ്റുന്നത് ആ ഭാഷയിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നീട് നോട്ട് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാ ക്ലാസ്സിലും എല്ലാ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് അറിയാവുന്ന രീതി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഫ്രെയിം ചെയ്യാം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഈ ഫ്രാക്ഷന് octahedral tetrahedral അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി തിരിച്ചു എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. So it is getting the answer. So this option is clear now. There are all questions നമുക്ക് ഫ്രെയിം ചെയ്യാം. x y z 3 ആറ്റംസ് വെച്ച് മനസ്സിലാക്കാം. ഓരോ ആറ്റത്തിന്റെ കണ്ടീഷൻ പറയും. ഇത്ര പാർട്ട് octahedral പാർട്ടിൽ ഇന്ന പാർട്ടിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ tetrahedralന്റെ ഇത്ര ഓപ്ഷനിൽ ഇന്ന പാർട്ടിൽ ഇരിക്കുന്നു. So based on that concept we can arrange number of atoms. Finally we will be getting the formula of the question. Clear now?